ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ സകല ചരാചരങ്ങളെയും പൂജിക്കുകയും സകല ചരാചരങ്ങളെയും ദൈവമായി കണക്കാക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകുന്നവരാണ്. മരങ്ങളെയും മൃഗങ്ങളെയും മണ്ണിനെയും കല്ലിനെയും വായുവിനെയും ജലത്തിനെയും നദിയെയും സമുദ്രത്തെയും എന്നുവേണ്ട നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാത്തിനെയും തന്നെ ഈശ്വരൻ്റെ അംശ അവതാരമായി കണ്ട് പൂജിച്ചു പോകുന്നതാണ് നമ്മുടെ സനാതന ധർമ്മം. നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്. എന്തിനാണ് ഇങ്ങനെയുള്ള സംസ്കാരങ്ങൾ നമ്മൾ പിന്തുടരുന്നത്? ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക, എല്ലാത്തിനോടും മനുഷ്യത്വപൂർണമായ സമീപനം കൈക്കൊള്ളുക, എല്ലാം ഈശ്വരൻ്റെ അവതാരങ്ങളാണ്, എല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് എല്ലാത്തിനെയും പരിപാലിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഋഷീശ്വരന്മാർ എല്ലാത്തിനെയും തന്നെ ദൈവമായി കണക്കാക്കാൻ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അത്രത്തോളം മഹത്തായ സംസ്കാരത്തിൽ ജനിച്ച നാം എല്ലാവരും തന്നെ അങ്ങേയറ്റം ഭാഗ്യം ചെയ്തവരാണ് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഇന്ന് നമ്മൾ പറയാൻ വന്നത് നാഗദൈവങ്ങളെ പറ്റിയിട്ടാണ്. സർപ്പദൈവങ്ങളെ നമ്മൾ പൂജിക്കാറുണ്ട്. ഈ ഭൂമിയുടെ, ഈ മണ്ണിൻ്റെ അധിപന്മാരാണ് നാഗദൈവങ്ങൾ. നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ട വഴിപാടുകൾ നമ്മൾ നിരന്തരം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സന്തതികൾക്ക് ഗുണമുണ്ടാകുമെന്നാണ് പറയുന്നത്. അന്നത്തിനു മുട്ടുണ്ടാകില്ല എന്ന് പറയും. സൽസന്താനങ്ങൾ ജനിക്കുമെന്ന് പറയും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറയും. അടുക്കളയിൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് പറയും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവന് നല്ല സന്താനങ്ങൾ ഉണ്ടാവുക, ഉണ്ടായ സന്താനങ്ങൾ നല്ലതായി ഇരിക്കുക, പട്ടിണിയില്ലാതെ മുമ്പോട്ട് പോകുവാൻ സാധിക്കുക. ഇതാണ് അടിസ്ഥാനപരമായ കാര്യം. ഈ അടിസ്ഥാനപരമായ കാര്യം നേടിത്തരുന്നതിന് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നത് അങ്ങേയറ്റം ഉത്തമമാണെന്ന് പറയും. ഒരു വീട്ടിൽ നാഗദൈവങ്ങളുടെ കാവുണ്ടെങ്കിൽ ആ കാവിനെ അങ്ങേയറ്റം സംരക്ഷിച്ചു പോകേണ്ടുന്നതാണ്. അത് ചെയ്യേണ്ടുന്നത് ആരാണ്? വന്നു കയറിയ മരുമക്കളല്ല അത് ചെയ്യേണ്ടുന്നത്. വന്നു കയറിയ മരുമക്കൾക്ക് അത് സംരക്ഷിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ അവർ നിർബന്ധിതരാണ്. പക്ഷേ ആ കുടുംബത്തിലെ സന്തതികൾ, അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ആ കാവ് നിലനിർത്തുന്നതിനായി അങ്ങേയറ്റം പരിശ്രമിക്കേണ്ടുന്നതാണ്. അവർക്കാണ് കൂടുതൽ ഉത്തരവാദിത്തം. കാരണം നാഗദൈവങ്ങളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിൽ ഓടിക്കളിച്ചു വളർന്നു വന്ന ആ കുഞ്ഞുങ്ങളോട് പ്രത്യേകമായ ഒരു വാത്സല്യം അവർക്കുണ്ടാകും. കാരണം അവർ ഭൂമിയുടെ രക്ഷകരാണ്, നമ്മളെ എല്ലാം പരിപാലിച്ചിരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അല്പം സ്വാർത്ഥതയുണ്ട്. വന്നു കയറിയ മരുമക്കളേക്കാൾ കൂടുതൽ ഇഷ്ടം പലപ്പോഴും ഞാൻ കാണാറുണ്ട് ആ കുടുംബത്തിലെ സന്തതികളോടാണ് നാഗദൈവങ്ങൾ കാണിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ വന്നു കയറിയ മരുമക്കൾ അവരുടെ ഭർത്താവിൻ്റെ ഐശ്വര്യത്തിനു വേണ്ടിയിട്ടും അവിടെ ജനിച്ചു വളർന്ന് ഓടി നടക്കുന്ന തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഐശ്വര്യത്തിനു വേണ്ടിയിട്ടും ആ കാവ് സംരക്ഷിക്കുന്നതിനായി ആ കുടുംബത്തിലുള്ള മറ്റുള്ളവരെ സഹായിക്കണം. അതുകൂടാതെ തന്നെ ആ കുടുംബത്തിലെ സന്തതികൾ നിർബന്ധമായും ആ കാവ് സംരക്ഷിക്കുന്നതിനായി മുൻകൈ എടുക്കണം. ഇല്ലെങ്കിൽ കുടുംബം നശിക്കുമെന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. നിങ്ങൾ ചുറ്റുപാടും ഒന്ന് നോക്കിക്കൊള്ളുക. എത്രയെത്ര കുടുംബങ്ങളിലാണ് കാവ് നശിക്കപ്പെട്ടപ്പോൾ ആ കുടുംബം നാശത്തിലേക്ക് പോയത് എന്ന് നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നിന്ന് ആലോചിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഭൂമിയുടെ സംരക്ഷകരാണ്
അവരെ നല്ലതുവണ്ണം നോക്കി നടത്തിക്കൊണ്ട് പോയാൽ ആ കുടുംബത്തിന് ഐശ്വര്യം മാത്രമായിരിക്കും ദൈവങ്ങൾ തരുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഞാനൊരു കഥ പറഞ്ഞു തരാം. നിങ്ങൾ ഇങ്ങനെ ഒരു ദേവിയെ പറ്റി കേട്ടിട്ടുണ്ടോ? ഈ ദേവിയെ നിങ്ങൾ മനസ്സാ പ്രാർത്ഥിക്കണം. ഈ ദേവിയുടെ പേരാണ് മനസാദേവി. ശിവപുരാണത്തിലാണ് ഈ ദേവിയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ ലോകത്തിൽ പണ്ടെങ്ങുമില്ലാത്ത വിധം സർപ്പങ്ങളുടെ ശല്യം വർദ്ധിച്ചു വന്നു. തന്മൂലം സർപ്പത്തിൻ്റെ ദംശനമേറ്റ് അനേകം ആളുകൾ ചത്തൊടുങ്ങി. ഭയപ്പെട്ടു ജനങ്ങൾ. അവരെല്ലാവരും കൂടി മരീചിയുടെ പുത്രനായ കശ്യപനെ സമീപിക്കുന്നു. എന്നിട്ട് കശ്യപനോട് തങ്ങളുടെ ദുഃഖം അറിയിക്കുകയാണ്. കശ്യപൻ സർപ്പവിഷം ഹരിക്കാനുള്ള മഹാമന്ത്രസിദ്ധികൾ നേടിയ മഹർഷിയായിരുന്നു. ജനങ്ങളുടെ സങ്കടമറിഞ്ഞ മുനി ബ്രഹ്മദേവനെ സമീപിച്ചു. എന്നിട്ട് എല്ലാ വിവരങ്ങളും ബ്രഹ്മദേവനെ ധരിപ്പിക്കുന്നു. ബ്രഹ്മാവ് സർപ്പവിഷഹരത്തിനുള്ള അനേകം മന്ത്രങ്ങൾ കൂടി കശ്യപന് ഉപദേശിച്ചു കൊടുത്തതിനു ശേഷം ഇപ്രകാരം കശ്യപനോട് അരുളി ചെയ്തു: പൗത്ര, നാം അനവധി മന്ത്രങ്ങൾ നിനക്ക് ഉപദേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ മന്ത്രങ്ങൾക്ക് ഒരു അധിഷ്ഠാന ദേവത ഉണ്ടാവണം. ആ ദേവതയെ നീ തന്നെ മനസ്സുകൊണ്ട് സൃഷ്ടിക്കുക. പിതാമഹന്റെ ഉപദേശമനുസരിച്ച് കശ്യപൻ തൻ്റെ തപശക്തിയാൽ ഉടൻ തന്നെ ഒരു കന്യകയെ സൃഷ്ടിച്ചു. തൻ്റെ മനസ്സിൽ നിന്നും രൂപമെടുത്ത ആ കന്യകയ്ക്ക് കശ്യപൻ മനസാദേവി എന്ന് പേരും നൽകി. ജനിച്ചപ്പോൾ തന്നെ ആ ദേവി ഒരു യൗവനയുക്തയായി കാണപ്പെട്ടു. ആ ദേവിയാണ് സർപ്പവിഷം ഹരിക്കുന്നത്. കശ്യപന്റെ നിർദ്ദേശപ്രകാരം മനസാദേവി കൈലാസത്തിൽ എത്തിച്ചേരുന്നു. അനേക വർഷം തപസ്സനുഷ്ഠിച്ചു. അവളുടെ കഠിനമായ തപസ്സിൽ സംപ്രീതനായ മഹേശ്വരൻ അവൾക്ക് ദർശനം നൽകുന്നു. ദിവ്യജ്ഞാനം മഹാദേവൻ ആ കന്യകയ്ക്ക്, ആ മനസാദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നു. കൂടാതെ ശ്രേഷ്ഠമായ സാമവേദവും പ്രളയാന്തം വരെ അക്ഷയമായി നിൽക്കുന്ന അഷ്ടാധരി എന്ന ശ്രീകൃഷ്ണ മന്ത്രവും ശ്രീകൃഷ്ണ കവചവും മഹാദേവൻ മനസാദേവിക്ക് ദാനം ചെയ്യുന്നു. അതോടൊപ്പം ജരത്കാരു എന്ന നാമവും ഭഗവാൻ മനസാദേവിക്ക് നൽകി അനുഗ്രഹിക്കുന്നു. മനസാദേവിയെ പിന്നീട് ജഗത്കാരു എന്ന മുനി വിവാഹം കഴിക്കുന്നു. അവരുടെ ദാമ്പത്യത്തിൽ ഒരു പുത്രൻ ജനിക്കുന്നു. ആ പുത്രനാണ് ആസ്തികൻ. മനസാദേവിയെയും ആസ്തികനെയും നിത്യവും സ്മരിച്ച് നാമങ്ങൾ ആരൊക്കെയാണോ ഉരുവിടുന്നത് അവർക്കൊരിക്കലും സർപ്പവിഷം ഏൽക്കുകയില്ല എന്നാണ് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ ചില പ്രവർത്തികൾ, തെറ്റായ പ്രവർത്തികൾ നാഗദൈവങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസാദേവിയെയും ആസ്തികനെയും മനസ്സിൽ പ്രാർത്ഥിക്കുക. അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ തറവാട് വക നാഗക്ഷേത്രത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. ഒരു വെറ്റിലയും ഒരു പാക്കും 1 രൂപ നാണയവും ദക്ഷിണ വെച്ച് ക്ഷമയാചിക്കുക തെറ്റു ചെയ്തവർ. അതല്ലെങ്കിൽ വേണ്ടവണ്ണം അവരെ ശ്രദ്ധിക്കാൻ കഴിയാതിരുന്നവർ ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ഇനി ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നവരും എന്തു ചെയ്യുക? ദക്ഷിണ വെച്ച് നമസ്കരിച്ച് നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ, ചിലപ്പോൾ ഒരു 100 പാലുമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു എണ്ണ മേടിച്ച് ദീപം തെളിയിക്കുന്നതാവാം, അതല്ലെങ്കിൽ അല്പം മഞ്ഞപ്പൊടി മേടിച്ച് കൊടുക്കുന്നതാകാം, കുറച്ച് പാല് മേടിച്ച് നാഗദൈവങ്ങൾക്ക് അഭിഷേകം ചെയ്യുന്നതാകാം. നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് നമ്മുടെ ശക്തിക്കൊത്ത് വഴിപാടുകൾ ചെയ്യുക. തെറ്റു ചെയ്തു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ദക്ഷിണ വെച്ച്
ക്ഷമയാചിക്കുക. എല്ലാ ആയില്യം തോറും, എല്ലാ ഞായറാഴ്ച തോറുമൊക്കെ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക. തീർച്ചയായിട്ടും നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ ഐശ്വര്യം മാത്രമേ ഉണ്ടാകൂ. പക്ഷേ അവർ പിണങ്ങിയാലുണ്ടല്ലോ മഹാദോഷമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് കഴിവതും അവരെ പിടക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഞാനീ പറയുന്നത് എൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ്, നമ്മുടെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം പണ്ട് ആളുകൾ പറയുമില്ലേ, കൂവളം കെട്ടടം, കൂവളം നശിച്ചടം കെട്ടുപോകുമെന്ന് പറയും ഇല്ലേ. അപ്പോൾ കൂവളം ഏത് വീട്ടിലാണോ ഉള്ളത് അവിടെ കൂവളമരത്തിന് നാശം സംഭവിച്ചാൽ ആ കുടുംബം നശിക്കുമെന്ന് പറയും. ഇതൊക്കെ പഴയ ആളുകൾ ഇങ്ങനെ പറയുന്നതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കൂവളത്തിൻ്റെ ചുവട്ടിൽ, പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിലെ കൂവളത്തിൻ്റെ ചുവട്ടിൽ ആരാണ് ഇരിക്കുന്നത്? കുബേരനാണ് ഇരിക്കുന്നത്. കുബേരൻ ആരാണ്? മഹാലക്ഷ്മി നൽകുന്ന ധനം ആർക്കൊക്കെയാണോ വിതരണം ചെയ്യേണ്ടുന്നത് എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? കുബേരനാണ്. ആ കുബേരനാണ് ആർക്കൊക്കെ കൊടുക്കണം സമ്പത്ത്, ആർക്കൊക്കെ കൊടുക്കണ്ട എന്ന് നിശ്ചയിക്കുന്നത്. ആ കുബേര ഭഗവാൻ എവിടെയാണ് ഇരിക്കുന്നത്? കൂവളത്തിൻ്റെ ചോട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കൂവളം നശിച്ചു പോയാൽ ആ കുടുംബം നശിക്കും എന്ന് പറയുന്നതിൽ വാസ്തവമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇതൊക്കെ വിശ്വാസങ്ങളാണ്. ഹിന്ദുമതത്തിൽ പറഞ്ഞിരിക്കുന്നത് കൂവളത്തിൻ്റെ ചോട്ടിൽ ആരിയ്ക്കുന്നു എന്നാണ്, കുബേരൻ ഇരിക്കുന്നു എന്നാണ്. ഇതൊക്കെ വിശ്വസിച്ചാൽ വിശ്വസിക്കാം, അതല്ല വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം. പഴയ ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്ര ദർശനം നടത്തുമ്പം കൂവളത്തിൻ്റെ ചോട്ടിൽ കുബേരൻ ഇരിക്കുന്നു എന്ന വിശ്വാസത്തിൽ നിങ്ങൾ കുബേരസ്വാമിയെ പ്രാർത്ഥിക്കണം. കുബേരസ്വാമിയെ എങ്ങനെ പ്രാർത്ഥിക്കണം, കൂവളത്തിൻ്റെ ചോട്ടിൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിരുന്നു. ഇനി മറ്റൊരു ദിവസം ഞാൻ അത് കുറച്ചും കൂടെ വിശദമായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോ ഇട്ട് തരാം. അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. കുബേരസ്വാമിയെ പറ്റിയിട്ടുള്ള കഥകളൊക്കെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടൂ. അതുപോലെ തന്നെ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന കാര്യത്തിൽ ആരും തന്നെ ഉപേക്ഷ വിചാരിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൊണ്ട് ഗുണം മാത്രമേ ലഭിക്കൂ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.